വിദേശകാര്യമന്ത്രി പോകേണ്ടിടത്ത സുരക്ഷാ ഉപദേഷ്ടാവും സുരക്ഷാ ഉപദേഷ്ടാവ് പോകേണ്ടിടത്ത വിദേശകാര്യമന്ത്രിയും എത്തിയതിന് പിന്നിലെ യാഥാർത്ഥ്യം എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക്? പറഞ്ഞു വന്നത് ചൈനയിലേക്ക് അജിത് ഡോവലിനെയും റഷ്യയിലേക്ക് എസ് ജയശങ്കറിനെയും നിയോഗിച്ചതിലൂടെ ഒരു വൻ ദുരന്തം ഒഴിവാക്കാനുള്ള മാസ്റ്റർ പ്ലാൻ ആണോ, അതോ ശത്രു രാജ്യങ്ങളെ വിറപ്പിക്കുന്ന ആഗോള ഗെയിം പ്ലാൻ ആണോ ഇന്ത്യ തയ്യാറാക്കിയിരിക്കുന്നത്? അതെ, ഇപ്പോൾ ഒരേ സമയം തന്നെ ഇന്ത്യയുടെ രണ്ട് അതിശക്തരായ നേതാക്കൾ രണ്ട് വൻ ശക്തി രാജ്യങ്ങളിലേക്ക് പറന്നിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തിന്റെ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ റഷ്യയിലേക്കും നമ്മുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ചൈനയിലേക്കുമാണ് കൂറ്റൻ ദൗത്യവുമായി നീങ്ങിയിരിക്കുന്നത്. ഇതെല്ലാം വളരെ അത്ഭുതത്തോടെയും അതിലേറെ ഭയത്തോടെയുമാണ് ലോകരാജ്യങ്ങൾ നോക്കിക്കാണുന്നത്. പ്രത്യേകിച്ച് അമേരിക്ക ഏർപ്പെടുത്തിയ കടുത്ത താരിഫ് വിലക്കുകളുമൊക്കെ ഉപരോധ ഭീഷണികളുമൊക്കെ നിലനിൽക്കുമ്പോൾ വാഷിംഗ്ടൺ ഈ രണ്ട് സന്ദർശനങ്ങളെയും നെഞ്ചുടുപ്പോടെയും ഗൗരവത്തോടെയുമാണ് നോക്കിക്കാണുന്നത്. യഥാർത്ഥത്തിൽ ഡൽഹിയുടെ അധികാര കേന്ദ്രങ്ങളിൽ രഹസ്യമായി പ്ലാൻ ചെയ്ത ഒരു ഇരട്ട ചാണക്യ തന്ത്രമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യ പയറ്റിയ ഈ വലിയ ഗെയിം പ്ലാനിന്റെ പൂർണ്ണ യാഥാർത്ഥ്യം എന്താണെന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കാം. ആരും പറയാത്ത വലിയ നയതന്ത്ര രഹസ്യങ്ങൾ അറിയാൻ വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. സംഭവങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒരേ സമയം നടക്കുന്ന ഈ രണ്ട് ഉന്നതതല യാത്രകളും കേവലം യാദൃശ്ചികമല്ല. ഇത് കൃത്യമായൊരു ടു ട്രാക്ക് ഡിപ്ലോമസിയുടെ ഭാഗമാണ്. അതായത് ഞാൻ ആദ്യമേ ചോദിച്ച ആ ചോദ്യങ്ങളിലേക്ക് തന്നെ നമുക്ക് ആദ്യം വരാം. ചൈനയിലേക്ക് എന്തുകൊണ്ട് ജയശങ്കർ അല്ല ഡോവൽ? ഇത് മനസ്സിലാക്കണമെങ്കിൽ ഇതിന്റെ പിന്നിലെ നയതന്ത്ര ചരിത്രവും സങ്കീർണമായ പ്രോട്ടോകോളും നമ്മൾ പരിശോധിക്കണം. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള 3488 കിലോമീറ്റർ അതിർത്തി തർക്കങ്ങൾ പരിഹരിക്കാൻ 2003 അടൽ ബിഹാരി വാജ്പേയിയുടെ കാലത്താണ് സ്പെഷ്യൽ റെപ്രസെന്റേറ്റീവ്, അതായത് SR സംവിധാനം നിലവിൽ വരുന്നത്. അന്നു മുതൽ ഇന്നുവരെ ഈ ചർച്ചകളുടെ ചുമതല വിദേശകാര്യമന്ത്രിക്കല്ല, മറിച്ച് പ്രധാനമന്ത്രിയുടെ നേരിട്ടുള്ള രാഷ്ട്രീയ പ്രതിനിധിയായ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിനാണ് നൽകി വരുന്നത്. ബ്രജേഷ് മിശ്രയിൽ തുടങ്ങി JN ദീക്ഷിത്, MK നാരായണൻ, ശിവശങ്കർ മേനോൻ എന്നിവരിലൂടെ ഇന്ന് അജിത് ഡോവലിൽ എത്തി നിൽക്കുന്ന ഒരു ശക്തമായ പാരമ്പര്യമാണ് ഇത്. പറഞ്ഞത് മനസ്സിലായില്ലേ? ഇത് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പതിവ് ഫയൽ നീക്കങ്ങൾക്കപ്പുറം പ്രധാനമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് നിയന്ത്രിക്കുന്ന അതീവ രഹസ്യ സ്വഭാവമുള്ള ഒരു സുരക്ഷാ ചാനലാണ് എന്നാണ്. എവിടെയും തീർന്നില്ല, ഇതൊരു തുടക്കം മാത്രമാണ്. ഇതിനൊപ്പമുള്ള ബാക്കി കാര്യങ്ങൾ കൂടി നിങ്ങൾ കേൾക്കണം. കാരണം ചൈനയിൽ ഡോവലിന്റെ എതിർവശത്ത് വന്നിരിക്കുന്നത് ആരാണ്? ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി. എന്നാൽ അദ്ദേഹം കേവലം ഒരു മന്ത്രി മാത്രമാണോ? അല്ല. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അതിശക്തനായ പോളിറ്റ് ബ്യൂറോ അംഗവും വിദേശകാര്യ കമ്മീഷൻ ഡയറക്ടറുമാണ് അദ്ദേഹം. അതായത് ചൈനയിലെ അധികാര സമവാക്യങ്ങളിൽ ഒരു സാധാരണ വിദേശകാര്യമന്ത്രിയേക്കാൾ വളരെ ഉയർന്ന പ്രോട്ടോകോൾ റാങ്കാണ് അദ്ദേഹത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് തുല്യമായി പ്രധാനമന്ത്രിയുടെ നേരിട്ടുള്ള ക്യാബിനറ്റ് പദവിയോടെ ഇരുന്ന് സംസാരിക്കാൻ ഇന്ത്യയിൽ നിന്ന് അജിത് ഡോവൽ തന്നെ വേണം. എന്നാൽ മറ്റൊരു വലിയ സത്യം എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക്? ഈ ചർച്ചയ്ക്ക് തൊട്ടു മുൻപ് വാങ് യി ഡൽഹിയിൽ വെച്ച നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കറുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അപ്പോൾ എന്താണ് ഇന്ത്യയുടെ യഥാർത്ഥ തന്ത്രം എന്ന് മനസ്സിലായില്ലേ? അത് വളരെ വ്യക്തമാണ്. ഭാരതം ഇവിടെ കളിക്കുന്നത് കൃത്യമായ ഒരു ഇരട്ട ട്രാക്ക് നയതന്ത്രമാണ്. നയതന്ത്രം, വ്യാപാരം, വിസ, ബ്രിക്സ് ഉച്ചകോടികൾ എന്നിവ ജയശങ്കർ കൈകാര്യം ചെയ്യുമ്പോൾ യഥാർത്ഥ നിയന്ത്രണ രേഖയിലെ സൈനിക പിന്മാറ്റവും രാജ്യത്തിന്റെ പരമാധികാരവും ഉറപ്പാക്കാൻ അജിത് ഡോവൽ തന്നെ നേരിട്ടിറങ്ങുകയാണ്. പക്ഷേ കഥ ഇവിടെയൊന്നും തീരുന്നില്ല. ജയശങ്കറെ റഷ്യയിലേക്കും ഡോവലിനെ ചൈനയിലേക്കും ഒരേ സമയം ഇന്ത്യ നിയോഗിച്ചതിന് പിന്നിലെ ആ നിർണായകമായ കരുനീക്കം എന്താണെന്ന് അറിയാമോ? അതെ, ഇവിടെയാണ് നയതന്ത്ര നീക്കങ്ങൾ കൂടുതൽ കൗതുകരമാകുന്നത്. കാരണം ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന ബ്രിക്സ് ഉച്ചകോടിക്ക് മുന്നോടിയായി നീണ്ട 7 വർഷങ്ങൾക്ക് ശേഷം ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ഇന്ത്യൻ മണ്ണിൽ കാലുകുത്താൻ ഒരുങ്ങുകയാണ്. എന്നാൽ അതിർത്തിയിലെ സംഘർഷങ്ങൾ പൂർണ്ണമായും അയയാതെ രാഷ്ട്രത്തലവന്മാർ തമ്മിലുള്ള ഒരു ഉച്ചകോടിയും അർത്ഥവത്താകില്ല എന്നത് പച്ചയായ യാഥാർത്ഥ്യമാണല്ലോ. അതിർത്തിയിലെ സമാധാനമാണ് ഉഭയകക്ഷി ബന്ധങ്ങളുടെ അടിത്തറ എന്ന വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ തന്നെ പല തവണ അടിവരയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങൾക്കറിയാമോ, 2020
ഗാൽവാൻ താഴ്വരയിലെ വീരബലിദാനങ്ങൾക്ക് ശേഷം 4 വർഷത്തോളം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം പൂർണ്ണമായും മരവിച്ച അവസ്ഥയിലായിരുന്നു. 6 പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും മോശം ഘട്ടത്തിലൂടെയായിരുന്നു നമ്മൾ കടന്നുപോയത്. പിന്നീട് 2024 ഒക്ടോബറിൽ റഷ്യയിലെ കസാനിൽ വെച്ച് മോദിയും ഷീ ജിൻപിങ്ങും കണ്ടുമുട്ടിയ ശേഷമാണ് പെട്രോളിംഗ് പുനരാരംഭിക്കാൻ തന്നെ ധാരണയായത്. പക്ഷേ കൈലാസ് മാനസരോവർ യാത്ര തുടങ്ങിയതുകൊണ്ടോ നേരിട്ടുള്ള വിമാന സർവീസുകൾ പുനരാരംഭിച്ചതുകൊണ്ടോ മാത്രം അതിർത്തിയിലെ അപകടം ഒഴിയുന്നുണ്ടോ? ഇല്ല. അവിടെയാണ് ആഗോള നയതന്ത്രത്തിന്റെ മികവ് നമ്മൾ കാണുന്നത്. ജയശങ്കർ അന്താരാഷ്ട്ര വേദികളിൽ രാജ്യത്തിന്റെ സാമ്പത്തിക നയതന്ത്ര താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുമ്പോൾ അതിർത്തിയിലെ ഓരോ ഇഞ്ച് മണ്ണിലെയും സൈനിക പിന്മാറ്റവും അതുപോലെ തന്നെ സുരക്ഷാ സമവാക്യങ്ങളും നേരിട്ട് ഉറപ്പാക്കാൻ അജിത് ഡോവൽ തന്നെ മുന്നിൽ നിൽക്കുകയാണ്. ചൈനയ്ക്ക് വേണ്ടത് എന്താണ്? ഇന്ത്യൻ വിപണിയിലേക്ക് തിരിച്ചു കയറുകയാണ്. തങ്ങളുടെ തകരുന്ന സമ്പദ് വ്യവസ്ഥയെ താങ്ങി നിർത്തണം അവർക്ക്. എന്നാൽ ഇന്ത്യക്ക് വേണ്ടത് എന്താണ്? അതിർത്തിയിലെ സമ്പൂർണ്ണ സുരക്ഷയും അരുണാചലിൽ ചൈനയുടെ ഭാഗത്തു നിന്ന് യാതൊരു പ്രകോപനവും ഉണ്ടാകില്ലെന്ന ഉറപ്പുമാണ്. അതുകൊണ്ട് തന്നെ 1 ഇഞ്ച് മണ്ണിൽ പോലും വിട്ടുവീഴ്ചയില്ലെന്ന് ചൈനയെ ബോധ്യപ്പെടുത്താൻ ഡോവൽ തന്നെ മുന്നിൽ നിൽക്കണം. എന്നാൽ അവിടെയാണ് അടുത്ത വമ്പൻ കൊടുങ്കാറ്റ് പടിഞ്ഞാറൻ ലോകത്ത് നിന്ന് ഇന്ത്യക്ക് നേരെ വീശിയടിക്കുന്നത്. റഷ്യയിൽ നിന്ന് കുറഞ്ഞ നിരക്കിൽ ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിന്റെ പേരിൽ അമേരിക്ക ഇന്ത്യക്ക് മേൽ 25% അധിക താരിഫ് ഭീഷണി ഉയർത്തുന്ന സമയമാണിത്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുത്, ചൈനയിൽ നിന്ന് പൂർണ്ണമായി അകലം പാലിക്കണം എന്ന അമേരിക്കൻ ഭരണകൂടം അങ്ങനെ നീണ്ട ഒരു ലിസ്റ്റ് തന്നെ ഇന്ത്യക്ക് മേൽ അതിശക്തമായ സമ്മർദ്ദമായിട്ട് ചെലുത്തുമ്പോൾ ഭാരതം ലോകത്തിന് നൽകുന്നത് അമ്പരപ്പിക്കുന്ന ഒരു മറുപടിയാണ്. അമേരിക്കൻ താരിഫുകൾക്ക് മുന്നിൽ തലകുനിക്കുന്നില്ല. പകരം രാജ്യത്തെ സാധാരണക്കാരുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കാൻ ജയശങ്കർ മോസ്കോയിൽ എത്തിയിരിക്കുന്നു. അതെ, അജിത് ഡോവൽ ചൈനയിൽ സന്ദർശനം നടത്തുന്ന ഇതേ സമയം തന്നെ വളരെ നിർണായകമായി റഷ്യ സന്ദർശിക്കുകയാണ് ജയശങ്കർ. റഷ്യൻ ഫസ്റ്റ് ഡെപ്യൂട്ടി പ്രധാനമന്ത്രി ഡെന്നിസ് മന്ത്രോവുമായി ചേർന്ന് IRIGCTECയുടെ 27ാമത് സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുകയാണ്. ലാവ്റോവുമായി നിർണായക ചർച്ചകൾ നടത്തുന്നു. വരാനിരിക്കുന്ന പുടിന്റെ ഇന്ത്യ സന്ദർശനത്തിന് വേദി ഒരുങ്ങുകയാണ്. റഷ്യയുമായുള്ള ദീർഘകാല സൗഹൃദം ഞങ്ങൾ വിടില്ല എന്ന് ഇന്ത്യ ഉറക്കെ പ്രഖ്യാപിക്കുന്നു. ഇന്ത്യയുടെ ഊർജ സുരക്ഷ ഞങ്ങൾ തന്നെ നോക്കുമെന്ന വാഷിംഗ്ടണിന് മുന്നിൽ ഇന്ത്യ വീണ്ടും തെളിയിക്കുകയാണ്. അതേസമയം തന്നെ ഡോവലിനെ ചൈനയിലേക്ക് അയച്ച അമേരിക്കയോട് പരോക്ഷമായിട്ടാണ് ഇവിടെയെല്ലാം ഇന്ത്യ മറുപടി പറയുന്നത്. നിങ്ങൾ അനാവശ്യ താരിഫുകളുമായി വന്നാൽ ഞങ്ങൾക്ക് ചൈന എന്ന ഓപ്ഷൻ ഉണ്ട്. ഇതിനെയാണ് അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ സ്ട്രാറ്റജിക് ഓട്ടോണമി അഥവാ തന്ത്രപരമായ സ്വയം ഭരണാധികാരം എന്ന് വിളിക്കുന്നത്. നേരിട്ട് പ്രധാനമന്ത്രിയുടെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന പ്രത്യേക സുരക്ഷാ ചാനലിലേക്ക് ഇന്ത്യ ഇത് മാറ്റിയിരിക്കുന്നു. അതിർത്തിയിലെ തർക്കങ്ങൾ കൃത്യമായി പരിഹരിക്കാൻ 2005 കരാറുകളുടെ അടിസ്ഥാനത്തിൽ WMCCയുടെ കീഴിൽ ശക്തമായ ഒരു വിദഗ്ധ സമിതിയെ ഇന്ത്യ സജ്ജമാക്കിയിട്ടുണ്ട്. ഇവിടെ പ്രവർത്തിക്കുന്നത് മോദി, ഡോവൽ, ജയശങ്കർ എന്ന ത്രിമൂർത്തികളുടെ സമാനതകളില്ലാത്ത ഒരു ചാണക്യ തന്ത്രമാണ്. ഒന്നാമതായി ഡോക്ടർ S ജയശങ്കർ. അദ്ദേഹം തന്റെ നയതന്ത്ര ബുദ്ധി വൈഭവം കൊണ്ട് അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യയുടെ ലാഭവും ഊർജ സുരക്ഷയും വ്യാപാര നേട്ടങ്ങളും ഉറപ്പാക്കുന്നു. റഷ്യൻ എണ്ണയിലൂടെ ഇന്ത്യയുടെ പണപ്പെരുപ്പത്തെ പിടിച്ചു നിർത്തുന്നു. ത്രിമൂർത്തികളിൽ രണ്ടാമൻ അജിത് ഡോവൽ. അതിർത്തിയിൽ ശത്രുക്കൾ കണ്ണുരുട്ടിയാൽ, ഇന്ത്യയോട് കളിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് അവരുടെ കണ്ണിൽ നോക്കി നേരിട്ട് പറയാൻ അജിത് ഡോവൽ പ്രതിരോധ കോട്ട കാക്കുന്നു. മൂന്നാമത്തെ വ്യക്തിയാണ് ഈ 2 ശക്തമായ തൂണുകളിൽ നിന്നുകൊണ്ട് ഒരു വൻ ശക്തിയുടെയും സമ്മർദ്ദങ്ങൾക്ക് മുന്നിൽ അടിയറവ് പറയാതെ ബ്രിക്സ് SCO ഉച്ചകോടികളിൽ സ്വന്തം ജനതയുടെ ആത്മാഭിമാനം വാനോളം ഉയർത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സാധിക്കുന്നു. അതുകൊണ്ട് ഭാഷ അറിയുന്നതല്ല ഇവിടെ വിഷയം. ആരെയാണ് ശത്രുക്കൾ ഭയപ്പെടുന്നത്, ആരെയാണ് ലോകശക്തികൾ ബഹുമാനിക്കുന്നത് എന്നതാണ് പ്രധാനം. ചൈന ഡോവലിനെ ഭയപ്പെടുന്നു. പടിഞ്ഞാറൻ രാജ്യങ്ങൾ ജയശങ്കറുടെ വാദമുഖങ്ങളെ ഭയപ്പെടുന്നു. ജയശങ്കർ ലോകത്തോട് ഇന്ത്യക്ക് എങ്ങനെ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാമെന്ന് വ്യക്തമാക്കുമ്പോൾ ഡോവൽ അതിർത്തിയിൽ ഇന്ത്യയുടെ പരമാധികാരത്തിന് നേരെ വിരൽ ചൂണ്ടിയാൽ എന്ത് സംഭവിക്കുമെന്ന് തെളിയിക്കുന്നു. ഇത് ഇന്നത്തെ പുതിയ ഭാരതമാണ്. ആരുടെയും ഭീഷണികൾക്ക് വഴങ്ങാത്ത, ഒരു ശക്തിയുടെയും മുൻപിൽ തല കുനിക്കാത്ത കരുത്തുറ്റ രാഷ്ട്രം. ഒരു ബഹുധ്രുവ
ലോകത്ത് ഇന്ത്യ ഇനി ആരുടെയും പിന്നാലെ പോകുന്ന ഒരു രാജ്യവുമല്ല, മറിച്ച് ലോകത്തിന്റെ ഗതി നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആഗോള ധ്രുവം തന്നെ ഭാരതത്തിന്റെയാണ് എന്ന് ഈ സന്ദർശനങ്ങൾ അടിവരയിടുന്നു. നമ്മുടെ സൈനികരുടെ ധീരതയും നയതന്ത്രജ്ഞരുടെ ബുദ്ധിയും ഒന്നിക്കുമ്പോൾ സുരക്ഷ ചോദ്യം ചെയ്യപ്പെടാനാവാത്ത വിധം ഭദ്രമായി മാറുകയാണ്. നിങ്ങൾ ഈ വിഷയത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അമേരിക്കൻ താരിഫുകളെയും സമ്മർദ്ദങ്ങളെയും മറികടക്കാൻ റഷ്യയെയും ചൈനയെയും ഒരേ സമയം സമർത്ഥമായി കൈകാര്യം ചെയ്യുന്ന ഇന്ത്യയുടെ ഈ വിദേശ നയം പൂർണ്ണ വിജയമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങളുടെ നിർണായകമായ അഭിപ്രായങ്ങൾ അത് എന്തു തന്നെ ആയാലും ഞങ്ങളുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ.